ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ ഫെഡറിക് നിക്കോൾസൺ ആണ്. എന്നാൽ വേൾഡിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ റോബർട്ട് ഓവൻ ആണ്. ഓക്കെ, അപ്പോൾ ഫെഡറിക് നിക്കോൾസൺ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഫെഡറിക് നിക്കോൾസൺ ഒരു ICS ഓഫീസർ ആയിരുന്നു. മദ്രാസ് ഗവൺമെന്റിന്റെ ഒരു ICS ഓഫീസർ ആയിരുന്നു ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്നത്. മദ്രാസ് ഗവൺമെന്റ് ഇദ്ദേഹത്തിനെ ഈ ഫെഡറിക് നിക്കോൾസനെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് അയച്ചു. എന്നാണ് അയക്കുന്നത്? 1892 അയക്കുകയും അദ്ദേഹം ഫസ്റ്റ് റിപ്പോർട്ട് 1895 സബ്മിറ്റ് ചെയ്തു. രണ്ടാമത്തെ റിപ്പോർട്ട് 1897 സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം അവിടുത്തെ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകളെ കുറിച്ചും റൈഫസൺ ടൈപ്പ് സൊസൈറ്റീസുകളെ കുറിച്ചും ഒക്കെ പഠിക്കാനാണ് അദ്ദേഹം പോയത്. അപ്പം അദ്ദേഹം കൊണ്ടുവന്ന ഒന്നാണ് ഈ ഫൈൻഡ് റൈഫസൺ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫെഡറിക് നിക്കോൾസണുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. നിക്കോൾസൺ സജസ്റ്റ് ചെയ്തു, ഇവിടെ പോയി കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ് വന്ന് നിക്കോൾസൺ സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻസിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് സൊസൈറ്റീസുകളാണ് റൈഫസൺ എന്ന് നിക്കോൾസൺ സജസ്റ്റ് ചെയ്തു. പിന്നീട് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 വന്നപ്പോൾ ഈ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ഡ്രാഫ്റ്റ് ചെയ്ത കമ്മീഷൻ സർ എഡ്വേർഡ് ലോ കമ്മീഷൻ ആണ്. ഈ സർ എഡ്വേർഡ് ലോ കമ്മീഷനിൽ ഉണ്ടായിരുന്നവരാണ് ഡ്യൂപ്പർനിക്സ്, ഫെഡറിക് നിക്കോൾസൺ, സർ എഡ്വേർഡ് ലോ. ഇവർ 3 പേരുമായിരുന്നു അതിലെ മെമ്പേഴ്സ്. ദെൻ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത് ഫെഡറിക് നിക്കോൾസൺ ആണ്. അപ്പോൾ നിക്കോൾസൺ എന്ന് പറഞ്ഞാൽ മദ്രാസ് ഗവൺമെന്റിന്റെ ICS ഓഫീസർ ആയിരുന്നു. മദ്രാസ് ഗവൺമെന്റ് അദ്ദേഹത്തിനെ ജർമ്മനിയിലേക്ക്, യൂറോപ്പിലേക്ക് അയച്ചു. അതായത് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വരാൻ 1892 അയക്കുകയും 1895 അദ്ദേഹം അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി ആദ്യത്തെ റിപ്പോർട്ടും 1897 ഫൈനൽ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് പഠിച്ച അദ്ദേഹം വന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് റൈഫസൺ ടൈപ്പ് സൊസൈറ്റീസുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ കൊണ്ടുവന്ന ഒന്നാണ് ഫൈൻഡ് റൈഫസൺ എന്ന് പറയുന്ന ക്യാപ്ഷൻ. ദെൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 വന്നത് എഡ്വേർഡ് ലോ കമ്മീഷൻ പ്രകാരമാണ്. ഈ എഡ്വേർഡ് ലോ കമ്മിറ്റിയിലുള്ളവരായിരുന്നു ഡ്യൂപ്പർനിക്സ്, ഫെഡറിക് നിക്കോൾസൺ, സർ എഡ്വേർഡ് ലോ. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ ആണ്. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത് ഫെഡറിക് നിക്കോൾസൺ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റും ഫെഡറിക് നിക്കോൾസൺ ആണ്.